കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ മാത്രമേ ചിലരൊക്കെ പഠിക്കൂ. നായയുടെ വാൽ 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ CPM നേതാക്കളും സർക്കാരും. എല്ലാവരും കണ്ടാൽ പഠിക്കണമെന്നില്ല. കണ്ടാൽ പഠിക്കാത്തവർ കൊണ്ടാൽ പഠിക്കുമെന്നാണല്ലോ ചൊല്ല്. എന്നാൽ ഇതൊന്നും സംഭവിക്കാത്തവരെ കുറിച്ച് എന്ത് പറയും? മണ്ടന്മാർ എന്ന് പറയാമോ? എങ്കിൽ ആ ഗണത്തിൽ പെടുന്നവരാണോ പിണറായി സർക്കാർ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അന്തരിച്ച ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന് പിണറായി സർക്കാർ നൽകിയ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഒരു MLAയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളിയിരിക്കുന്നത്. അങ്ങനെ 6 വർഷമായി തുടരുന്ന വ്യവഹാരത്തിന് സമാപ്തിയാവുകയും ചെയ്തു. സർക്കാർ ജോലികളിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റുന്ന ഇടത് സർക്കാരിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. 2018 ജനുവരിയിൽ മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരം പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണ് പ്രശാന്തിനെ നിയമിച്ചത്. കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടം 39 പ്രകാരമുള്ള നിയമനത്തെ ചോദ്യം ചെയ്ത് പാലക്കാട് സ്വദേശി അശോക് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രശാന്തിന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതോടെ സംസ്ഥാന സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയിലെത്തി. നിയമനം റദ്ദാക്കിയെങ്കിലും 2018 മുതലുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും റദ്ദാക്കരുത് എന്ന പ്രശാന്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ഈ തുക തിരിച്ചു പിടിക്കേണ്ടതില്ല എന്ന് കോടതി വിധിക്കുകയും ചെയ്തു. ഈ നിയമനം എങ്ങനെയെന്ന് കോടതിക്ക് വ്യക്തമായിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് MLAയുടെ മകനെ ആശ്രിത നിയമന വ്യവസ്ഥയിൽ നിയമിക്കാനായത് എന്നാണ് കോടതി ചോദിച്ചത്. ആശ്രിത നിയമനം സംബന്ധിച്ച് കൃത്യമായ സർവീസസ് ചട്ടങ്ങൾ സംസ്ഥാനത്തുണ്ട്. അവയെല്ലാം പരിശോധിച്ചാണ് കോടതിയുടെ തീരുമാനം. കേരള സബോർഡിനേറ്റ് സർവീസസ് ചട്ടപ്രകാരം ഇത്തരത്തിലൊരു നിയമനത്തിന് സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമനത്തിന് പ്രത്യേക തസ്തിക രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്ന കേരളത്തിന്റെ വാദങ്ങളും കോടതി തള്ളി. മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയെ ലക്ഷങ്ങൾ മുടക്കി വാദത്തിന് എത്തിച്ചുവെങ്കിലും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് കിട്ടിയത് വലിയ തിരിച്ചടി തന്നെയാണ്. സ്റ്റാൻഡിംഗ് കൗൺസിലർ CK ശശിയും ഹാജരായി. R പ്രശാന്തിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ V ഗിരി, മുഹമ്മദ് സാദിഖ് എന്നിവരും ഹാജരായി. ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകൻ A കാർത്തിക്കാണ് ഹാജരായത്. കൊങ്ങാട് MLA KV വിജയദാസിന്റെ മകൻ സന്ദീപിനെ 2021 ഓഡിറ്റ് വകുപ്പില് മന്ത്രിസഭാ തീരുമാന പ്രകാരം നിയമിച്ചിരുന്നു. പിന്നെയുമുണ്ട് ഒരുപാട് നിയമനങ്ങൾ. പാട്യം ഗോപാലന്റെ ഭാര്യ കേരള കോൺഗ്രസ് നേതാവ് KM ജോർജിന്റെ മകൻ പുനലൂർ MLA ആയിരുന്ന സാം ഉമ്മന്റെ ഭാര്യ റാന്നി MLA ആയിരുന്ന സണ്ണി പനവേലിയുടെ മകൾ മുൻ മന്ത്രി VK രാജന്റെ മകൻ എന്നിവർക്കും ആശ്രിത നിയമനം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും തന്നെ മാത്രം വേട്ടയാടുന്നുവെന്നാണ് R പ്രശാന്തിന്റെ പരിഭവം.